വീട്ടിൽ ചിക്കൻ ഇരിപ്പുണ്ടോ ഉണ്ടെങ്കിൽ കുറച്ചെടുത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ നഗറ്റ്സ് ഉണ്ടാക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സ്നാക്കാണ്. പിന്നെ അത് മാത്രമല്ല, ഇത് നമുക്ക് സെയിൽ ചെയ്യാം. ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് സെപ്പറേറ്റ് പാക്കറ്റിലാക്കിയിട്ട് ഫ്രോസൺ ചിക്കൻ നഗറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് സെയിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അതൊക്കെ വിശദമായിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം, നമ്മുടെ ചിക്കൂസ് ഡേ ഗിവ് അവേ നടക്കുന്ന കാര്യം എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. അറിയാത്തവർക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് ഇട്ടേക്കാം. ഇപ്പം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് 350 ഗ്രാം ചിക്കനാണ്. ചിക്കൻ്റെ എല്ലൊക്കെ അങ്ങ് മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചിക്കൻ വാങ്ങിക്കുന്ന സമയത്ത് കുറച്ച് ഫ്ലഷ് ഉള്ള പോർഷൻ ഉണ്ടാവുമല്ലോ, അതൊക്കെ എടുത്ത് വെച്ചിരുന്നാൽ മതി. അല്ലെങ്കിൽ എല്ലുണ്ടെങ്കിൽ എല്ലിൻ്റെ പോർഷൻ ഒന്ന് മാറ്റി വെച്ചാൽ അത് നമുക്ക് കറിയിലൊക്കെ ഇടുകയും ചെയ്യാം. ഇപ്പോൾ എല്ലൊന്നും ഇല്ലാതെ 350 ഗ്രാമാണ്. അപ്പോൾ നല്ല വൃത്തിയാക്കി കഴുകി എടുത്ത് വെച്ചതാണ്. അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണൊക്കെ ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണൊക്കെ ഒഴിക്കുന്നുണ്ട്. ഇനി റെഡ് ചില്ലി സോസാണ് ഒഴിക്കുന്നത്. അതൊരു 1/2 ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ടൊമാറ്റോ സോസ് 1 ടീസ്പൂൺ ഒഴിക്കുന്നുണ്ട്. ഇത് നമ്മൾ ചേർക്കുന്നത് ഒറിഗാനോ സീസണിങ് ആണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാട്ടെ. അതൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ ഒറിഗാനോ മാത്രമായാലും മതി. നമുക്ക് ഈ ഒരു സോസൊന്നും എല്ലാം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. സോയാ സോസും ചില്ലി സോസും ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇച്ചിരി കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്താലും മതി. കുറച്ച് ചെറുനാരങ്ങ നീരൊക്കെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. വീട്ടിലൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ മാത്രം. സെയിലൊക്കെ ചെയ്യാനാണെങ്കിൽ ഇതെല്ലാം കൂടെ വെച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത്. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 2 സ്ലൈസ് ബ്രെഡ് ഒന്ന് മുറിച്ച് ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് അങ്ങ് ഫൈനായിട്ട് പൊടിയൊന്നും വേണ്ട, തരിതരിപ്പോട് പൊടിച്ചെടുക്കാം. അത് നമുക്ക് ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി അങ്ങ് കുഴച്ചെടുക്കാം. ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ബ്രെഡ് പൊടിച്ച മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഒരുമിച്ചിടേണ്ട, കുറേശ്ശെയായിട്ടിട്ട് അടിച്ചെടുക്കാം. ഇപ്പം അരച്ച് എടുത്തിട്ടുണ്ട്. ഇതിപ്പം ഒരുപാടങ്ങ് അരഞ്ഞങ്ങ് പേസ്റ്റായിട്ടൊന്നുമില്ല, ചെറിയൊരു തരിതരിപ്പോട് കൂടിയിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോഴേ നമുക്ക് ആ നഗറ്റ്സ് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ചിക്കൻ ആണെന്ന് തോന്നുന്നുള്ളൂ അപ്പോഴാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഫുള്ള് പേസ്റ്റായിട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. എന്ന് വിചാരിച്ച് തീരെ അറിയാതെ ഇരിക്കരുത്. അപ്പോൾ നമുക്ക് ഷേപ്പാക്കി എടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് അടുത്തതും കൂടെ അരച്ചെടുക്കാം. ഒരുമിച്ചിട്ട് അരഞ്ഞ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. എല്ലാം ഒരുപോലെ അരഞ്ഞ് കിട്ടണ്ടേ. അപ്പോൾ അത് എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, ഇനി നമ്മൾ സാധാരണ ചപ്പാത്തിയുടെ മാവ് കുഴക്കില്ല, അതുപോലെ എല്ലാം കൂടെ ഒന്ന് കുഴച്ചൊന്ന് ഉരുട്ടിയെടുക്കുന്നു. ഒരുപാട് സമയം വെച്ച് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മിക്സാക്കി ഉരുട്ടിയെടുക്കുന്നുള്ളൂ. ഞാനൊരു പ്ലാസ്റ്റിക് കവറിലേക്ക്, ഞാനിപ്പോൾ ഒരു സിപ്ലോ കവറാണ് എടുക്കുന്നതിലേക്ക് കുറച്ച് ഓയിലാക്കി കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ആക്കുന്നത്. എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചിക്കൻ അങ്ങോട്ട് വെച്ചിട്ട് ഒന്ന് പരത്തിയിട്ട് ഇത് അടുത്ത പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടൊന്ന് അരച്ചു കൊടുക്കാം. അതിലൊരു പ്ലേറ്റ് വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് അങ്ങ് പ്രസ് ചെയ്ത് നൈസൊന്നും ആക്കണ്ട. ഇത് കുറച്ച് തിക്നെസ്സിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് 4 സൈഡും അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. 4 പോർഷനാക്കി കട്ട് ചെയ്യുന്നുണ്ട്. തിരിച്ചും അതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ സ്ക്വയർ പീസസ് ആക്കി അങ്ങ് എടുക്കുകയാണ്. ഇത് ഓരോ പീസസും ഇങ്ങനെ എടുക്കേണ്ട. ചിലപ്പോൾ ഒരു 4 പോലെയൊക്കെ ഉണ്ടാവും അരയാതെ കിടക്കുന്ന സംഭവങ്ങൾ. അപ്പോൾ ഉണ്ടെങ്കിൽ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കത്തി വെച്ചൊന്ന് കട്ട് ചെയ്ത് അങ്ങ് എടുത്താൽ മതി. എന്നിട്ട് എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് എല്ലാ സൈഡും ഒന്ന് ഷേപ്പാക്കി ഒന്ന് കൊടുത്താൽ മതി. അത്രയേ ഉള്ളൂ. ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ചൊന്ന് പരത്തി ഒന്ന് ജസ്റ്റ് ഷേപ്പാക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്താലും മതി. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് എടുത്ത് ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു അളവ് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഒരു 20 എണ്ണമൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 5 സ്ലൈസ് ബ്രെഡ് ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. തരിതരിപ്പിന് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഒരു കടായിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. ഒരുപാട് സമയം വെച്ച് വറുത്ത് ഡ്രൈ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കുറച്ച് സമയം ഒന്ന് ഇളക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു നനവങ്ങ് മാറി ചെറിയ ഒരു കിരീലാന്നുള്ളൊരു സൗണ്ടില്ലേ, അത് വന്നിട്ടുണ്ട്. അത് മതി. ഒരുപാട് സമയം വെച്ച് വറുക്കുകയും വേണ്ട. പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും. അത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോ സീസണിങ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ചേർക്കണമെന്നില്ല. ഇപ്പോൾ വീട്ടിലൊക്കെ നാടൻ രീതിയിലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് ഗരം മസാല ചേർത്താലും മതി. ഇനി ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു നുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരു നുള്ള കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒരു മിക്സിയിലൊന്നും അടിക്കേണ്ട, ജസ്റ്റ് സ്പൂൺ വെച്ചൊന്ന് അടിച്ചെടുത്താൽ മതി. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നഗറ്റ്സ് എടുത്ത് ഈ മുട്ടയിൽ ഒന്ന് മുക്കിയിട്ട് ബ്രെഡിൻ്റെ ക്രംസിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് പൊതിഞ്ഞെടുക്കുക. ഇതുപോലെ നമ്മൾ ബ്രെഡ് ക്രംസ് ഇതുപോലെ ചൂടാക്കാതെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നെല്ലാം കൂടെ കുഴഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ചൂടാക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് എടുത്തിട്ടൊക്കെ ചെയ്യേണ്ടി വരും. അത് പക്ഷേ അതിലും നല്ലത് നമ്മൾ ഇതുപോലെ ചെയ്തിട്ട് ബ്രെഡിൻ്റെ ക്രംസ് ഇതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നതാണ്. ഇപ്പോൾ മുട്ടയിൽ മുക്കിയിട്ട് ചെയ്യുന്നതുകൊണ്ട് അതെല്ലാം നന്നായിട്ട് അവിടെ പിടിച്ചവിടെ ഇരുന്നോളും. നമുക്കെല്ലാം അതേപോലെ കോട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതെല്ലാം കൂട്ടി ചെയ്തിട്ടുണ്ട്. നമ്മൾ ബ്രെഡ് എടുത്തത് കറക്റ്റാണ് കേട്ടോ. ഇത് ഈ ഒരു അളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത്രയും ബ്രെഡ് എടുത്തിരുന്നാൽ മതി. ഇനി നമുക്കിത് ഇപ്പം തന്നെ ഫ്രൈ ചെയ്യാം. പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. നിറച്ചും അങ്ങ് ഒഴിച്ച് മുക്കി പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏകദേശം കുറച്ച് ഉണ്ടായിരുന്നാൽ മതി. അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇപ്പോൾ ഫ്രൈ ചെയ്യുന്നില്ല, നാളത്തേക്കോ മറ്റന്നാളത്തേക്കോ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് ഫ്രീസറിൽ വെച്ചിരുന്നാൽ മതി. ഒരുപാട് സമയം പുറത്ത് വെക്കരുത്, പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ സിപ്ലോ കവറിൽ ഇട്ടിട്ടും വെക്കാം. ഇനി നമ്മളത് സെയിൽ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഷേപ്പൊക്കെ ആക്കിയതിന് ശേഷം ഒരു 5 എണ്ണം വെച്ചുള്ള ഒരു പാക്കറ്റ് അല്ലെങ്കിൽ ഒരു 10 എണ്ണം വെച്ചുള്ള ഒരു പാക്കറ്റ് ആക്കിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ അതൊരു ഒരാഴ്ച വരെയൊക്കെ ഫ്രീസറിൽ സൂക്ഷിക്കാം കേട്ടോ. ഇപ്പോൾ സെയിൽ ചെയ്യാനായിട്ട് ഒരു 10 എണ്ണം വെച്ചിട്ടുള്ള ഒരു പാക്കറ്റിന് ഒരു 200 രൂപ മുതൽ വാങ്ങിക്കാം. പിന്നെ കസ്റ്റമേഴ്സിനോട് പറയണം പുറത്ത് സൂക്ഷിക്കരുത്, ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കണം. എന്നിട്ട് തണുപ്പ് മാറിയതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുക എന്ന് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ അവർക്ക് നല്ല ക്രിസ്പി ആയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള നഗറ്റ്സ് കഴിക്കാം. ഫ്രോസൺ നഗറ്റ്സ് എന്നുള്ള പേരിൽ നമുക്ക് സെയിൽ ചെയ്യാം. ഇപ്പോൾ വീട്ടാവശ്യത്തിനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓരോ ദിവസം എത്ര വേണോ അതിനനുസരിച്ച് പാക്ക് ചെയ്ത് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പം കേക്കും പിസയും മാത്രമല്ല, ഇതുപോലെ ഫ്രോസൺ നഗറ്റ്സും നമുക്ക് സെയിൽ ചെയ്യാം. അപ്പോൾ ആ സൈഡ് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്, നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഫ്രീസറിൽ നിന്ന് എടുത്ത് തണുപ്പ് നന്നായിട്ട് മാറിയതിന് ശേഷം ഫ്രൈ ചെയ്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് അങ്ങ് കരിഞ്ഞ് ഉള്ളിൽ വേവാതിരിക്കും. കാരണം അത്രയും തണുത്തിരിക്കുന്നതല്ലേ. ഉള്ളിൽ തണുപ്പങ്ങ് മാറി വരുമ്പോഴത്തേക്കും പുറം ഭാഗം അങ്ങ് മുരിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തണുപ്പ് മാറിയതിന് ശേഷം മാത്രം ഫ്രൈ ചെയ്യാവുള്ളൂ. തീ ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ചിക്കൻ വേവാൻ കുറച്ച് സമയം കൊടുക്കണം. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പുറം ഭാഗമായിട്ട് ഉള്ളിൽ വേവാതിരിക്കും. അതുപോലെ തീ തീരെ കുറച്ചിട്ടാലും ആയി വരാൻ കുറച്ച് കൂടുതൽ സമയം എടുക്കും. അപ്പോൾ ആ സൈഡും വെന്ത് വന്നിട്ടുണ്ട്, നമുക്കിതിനെ എടുക്കാം. അപ്പോൾ നല്ല മണമാണ് കേട്ടോ, ഒരു പ്രത്യേക മണമാണ് ഇത് ഉണ്ടാക്കുന്ന സമയത്ത്. ഇതിൽ ബ്രെഡിൻ്റെ പൊടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എണ്ണയിൽ നിന്ന് അതങ്ങ് കോരി കളഞ്ഞതിന് ശേഷം അടുത്തത് ഇട്ടാൽ മതി. ഇല്ലെങ്കിൽ അടുത്ത ഇടുമ്പോഴത്തേക്ക് ഇതങ്ങ് കരിഞ്ഞു പോകും. നല്ല ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് ടേസ്റ്റ്. ചൂടെന്ന് വെച്ചാൽ അത്രയ്ക്ക് ചൂട് വേണമെന്നൊന്നുമില്ല, കുറച്ച് സമയം ഇരുന്ന് തണുത്താലും കുഴപ്പമൊന്നുമില്ല. ആ ക്രിസ്പിനെസ് അങ്ങനെ തന്നെ ഉണ്ട്. ഇപ്പോൾ ഇന്ന് ഫ്രൈ ചെയ്ത് നാളത്തേക്കൊക്കെ അത് കുറച്ച് സോഗിയായി പോകും. പുറം ഭാഗമൊക്കെ നല്ല മുരിഞ്ഞാണ് ഇരിക്കുന്നത്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അടിപൊളി, നല്ല പെർഫെക്റ്റ് നഗറ്റ്സ് ആണ്. ഇനി നമുക്ക് ഇതിങ്ങനെ തന്നെ കഴിക്കാം. അല്ലെങ്കിൽ സോസ് ഉണ്ടെങ്കിൽ സോസ് കൂട്ടി കഴിക്കാം. ചിക്കനത് ഇങ്ങനെ തന്നെ കഴിക്കാനാണ് ഇഷ്ടം. ഞാൻ പക്ഷേ സോസ് കൂട്ടിയിട്ടാണ് കഴിക്കുക. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റ് ആട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. പുറം ഭാഗമൊക്കെ നല്ല മുരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഒരു പ്രത്യേക ടേസ്റ്റുള്ള നഗറ്റ്സ് ആണ്. എത്ര പെട്ടെന്ന് കഴിഞ്ഞല്ലേ ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ട്. ശരിക്കും ചിക്കൻ വാങ്ങുന്ന സമയത്ത് കുറച്ച് പീസസ് എടുത്തങ്ങ് മാറ്റി വെച്ചിരുന്നാൽ മതി. നമുക്ക് പെട്ടെന്ന് തന്നെ നഗറ്റ്സ് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ചിക്കൻ വാങ്ങിക്കുന്ന സമയത്ത് എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.